ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ 2-3 ദിവസമായില്ലേ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു, പോകാൻ പോണതിൻ്റെ കുറച്ച് തിരക്കും, പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പോയി വന്നതിൻ്റെ കുറേ പണികളുണ്ടായിരുന്നു, ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ബിസിയായി പോയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതോടുകൂടി അവസാനിക്കേണ്ടത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അന്ന് വൈകുന്നേരത്ത് വീണ്ടും പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം ഊട്ടിയിലേക്കൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്ലോപ്പായി, കാരണം അവിടെ ഭയങ്കര തണുപ്പാണ്, അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ പോയിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെയൊക്കെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കും തീരെയും പറ്റില്ല, തണുപ്പൊക്കെ ഭയങ്കരമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തിരിച്ച് പോരാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഊട്ടി പോക്ക് ക്യാൻസലായി. അപ്പോൾ ഒന്നും കൂടി ഇവിടെ കുറച്ചും കൂടി പർച്ചേസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞില്ലേ ഇപ്പോൾ നമ്മൾ വന്നിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ, കുറച്ചും കൂടി പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഡിമാർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഷോപ്പാണ്. ഇവിടെ ഉമ്മിതാത്തൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ഇതിലേക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ന് കരുതി. അപ്പോൾ അത് പിന്നെ അത് ഡിമാർട്ടിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത് കേട്ടോ. അപ്പോൾ പൊന്നുട്ടി എവിടെ ഇങ്ങനെ നമ്മൾ വ്ളോഗൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ പറയാൻ കേട്ടോ, ഞങ്ങളങ്ങനെ ഇനി ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണെന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ അത് ഞാൻ വെറുതെ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ വോയിസ് ഇടരുത് നമ്മൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ആ വീഡിയോ മാത്രം ഇതിലേക്ക് എടുത്തിട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതാ കുട്ടികൾ അവർ തോയും കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുന്ന തിരക്കിലിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ പോവും. അപ്പം കുട്ടികൾക്ക് ഞങ്ങൾ അവർ നോർമൽ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവർക്ക് യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. രാവിലെ അവർ ഉറക്കത്തിൽ എടുത്ത് കൊണ്ടുപോകല്ലേ. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതിട്ട് അങ്ങനെ എടുത്ത് കെടുത്തിയാണ് കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതാ രാവിലെ എല്ലാവരും പാക്കിങ് ചെയ്തിട്ട് അതൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പം ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ വണ്ടിയിലാണ് വരുന്നത്, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുട്ടികളായിട്ട് നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റില്ല എന്ന് കരുതി, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർ ട്രെയിനിൽ വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതൊന്നും കഴിക്കണം നല്ലതല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ വേറെ കുട്ടികളായിട്ട് കുഴപ്പമൊന്നുമില്ല, അവർ നല്ല ഹാപ്പി തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നമുക്ക് കഴിക്കാൻ അത്ര തോന്നില്ല, ഒരു വൃത്തി തോന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്ന് പോണത് ഉപ്പാടെ കൂടെ വണ്ടിയിൽ തന്നെ ആവാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ പോന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. രാവിലെ ഒരു കാൽച്ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണ വഴിയിൽ തന്നെ ഒരു കടയിൽ കയറിയിരിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഉപ്പ ഈ വഴിക്കൊക്കെ പോകുന്ന സമയത്ത് കയറാറുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഒരു ലേഡിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഉപ്പ പോകാറുള്ള സമയത്ത് അവരുടെ അച്ഛനായിരുന്നു കേട്ടോ ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛനൊക്കെ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ എൻ്റെ മകളാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ നല്ല അടിപൊളി പൂരും ദോശയും അതിലേക്ക് കോമ്പിനേഷനായിട്ടുള്ള കറികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ വടയും പിന്നെ അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല തട്ടിവിട്ട് എല്ലാതും നല്ല കഴിച്ചിട്ടോ. ദോശയും പൂരിയും പൊറോട്ടയും എല്ലാതും എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ അതിന് കയറിയിട്ട് ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒന്ന് ബാഗും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടോ, കുട്ടികളുടെ അതിൽ കിടന്ന് അങ്ങനെ കളിച്ച് കുത്തി പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വീണ്ടും കയറിയിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങൾ.
അങ്ങനെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഒന്ന് യാത്രാക്ഷീണമൊക്കെ ഒന്ന് മാറി ഫുഡൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ പതുക്കെ രാത്രി ആകുമ്പോൾ ഇക്ക വന്നിട്ട് പിന്നെ ഇക്കാൻ്റെ കൂടെ കൊണ്ട് വരിക ചെയ്തിട്ടോ. അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വരാമെന്ന് കരുതിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ യാത്രാ വ്ളോഗ് ഇതോടുകൂടി അവസാനിച്ചിട്ടോ. ഇനി പുതിയ വീട്ടിലത്തെ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോയുമായി നാളെ ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.